ഹായ് ഹലോ ഏവർക്കും സൈലം PSC സ്വാഗതം. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിന്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിന്റെ ആദ്യത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ നമ്മുടെ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് ബഡ്ജറ്റിന്റെ ചരിത്രം എന്താണ്, അതുപോലെ 2025-26 ബഡ്ജറ്റ് ഫോക്കസ് ചെയ്യുന്ന പ്രധാന മേഖലകൾ എന്താണ്, ആ ഒരു വരവ് എങ്ങനെയാണ്, ചെലവ് എങ്ങനെയാണ്, ഏറ്റവും കൂടുതൽ വരുമാനം എവിടെ വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ആ വീഡിയോ കൂടി കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ആ ഒരു സെക്കൻഡ് വീഡിയോ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ഒന്ന്, ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നോക്കുമ്പോൾ 4 വികസന എഞ്ചിനുകളാണ് 2025-26 ബഡ്ജറ്റ് മുന്നോട്ട് വെച്ചത്. എന്താണ് ഈ വികസന എഞ്ചിനുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതുപോലെ ഈ എഞ്ചിനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആ ഒരു സ്കീമുകൾ എന്തൊക്കെയാണ് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ 2025-26 ബഡ്ജറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ പോയിന്റുകൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. ഏറ്റവും തുടർച്ചയായിട്ട് 8ാമത്തെ തവണയാണ് നിർമ്മലാ സീതാരാമൻ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന, തുടർച്ചയായി 8ാം തവണ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന വനിത കൂടിയായി നിർമ്മലാ സീതാരാമൻ എന്നുള്ള റെക്കോർഡുകളൊക്കെ എന്ത് ചെയ്തു, വന്നു എന്ന് പറഞ്ഞു. അതുപോലെ ഏറ്റവും ദൈർഘ്യമേറിയ ബഡ്ജറ്റ് പ്രസംഗം എന്ന റെക്കോർഡൊക്കെ നിർമ്മലാ സീതാരാമന്റെ പേരിലാണ് എന്നൊക്കെ നമുക്കറിയാം. ആർട്ടിക്കിൾ 112 ബഡ്ജറ്റിനെ പറ്റി പറയുന്നത് എന്ന് നമുക്കറിയാം. പക്ഷേ ബഡ്ജറ്റ് എന്ന വാക്ക് എന്ത് ചെയ്തിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള ബേസിക് പോയിന്റുകളൊക്കെ നമ്മൾ ആദ്യ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ അടുത്തൊരു പോയിന്റ്, ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോയിന്റ് നമുക്ക് പറയേണ്ടത് 2025-26 ബഡ്ജറ്റിന്റെ തീം എന്തായിരുന്നു എന്നുള്ളതാണ്. 2025-26 ബഡ്ജറ്റിന്റെ തീം എന്ന് പറയുന്നത് സബ്കാ വികാസ് എന്നതായിരുന്നു ബഡ്ജറ്റിന്റെ തീം. സബ്കാ വികാസ്, സബ്കാ വികാസ്. ഇതെന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ശരിക്കും നമ്മുടെ GDP ഗ്രോത്തിന്റെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് നിലവിൽ 2024-25 ഇന്ത്യയുടെ GDP എസ്റ്റിമേറ്റ് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് 6.4% ഇന്ത്യയുടെ 2024-25 GDP എസ്റ്റിമേറ്റ്. ഓക്കെ, പ്രതീക്ഷിത GDP വളർച്ചാ നിരക്ക് 6.4 എന്നാൽ അതിന് തൊട്ട് വർഷം 2023-24 നമ്മുടെ GDP വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 8.2% ഓക്കെ. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു പ്രതീക്ഷിത GDP വളർച്ച എന്ന് പറയുന്നത് 8.2 നിന്ന് 6.4 കുറയുകയാണ് ഉണ്ടായത്. ശരി, അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മളിവിടെ ഈ ഒരു GDP ഗ്രോത്ത് വീണ്ടും തിരിച്ചെന്ത് ചെയ്യണം, നമുക്കൊരു പിന്നീട് ഒരു 7%, 8% ലെവലിലേക്ക് നമുക്ക് കൊണ്ടുവരണം. കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളിവിടെ 2047 നമ്മളൊരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട് അല്ലെ. ഇവിടെ 1947 സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് തുടർന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 2022 ഒരു ലക്ഷ്യം നമ്മൾ മുന്നോട്ട് വെച്ചു. 2022 ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് 75 വർഷം പൂർത്തിയായ വർഷമാണ്. ശരിയാണ്. അപ്പൊ 75 വർഷം പൂർത്തിയായി 2022. അത് കഴിഞ്ഞ് 2047 ആകുമ്പോഴേക്കും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 100 വർഷം തികയാണ്. അപ്പോ അങ്ങനെയെങ്കിൽ 75 വർഷം കഴിഞ്ഞുള്ള ബാക്കിയുള്ള 25 വർഷം അല്ലെ, 22 75 വർഷം പൂർത്തിയായി 2047 ആകുമ്പോൾ 100 വർഷമാവും. എങ്കിൽ ഈ ഒരു കാലയളവിനെ നമ്മൾ ആസാദി കാ അമൃത് മഹോത്സവ് എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയെങ്കിൽ ഒരു അമൃതകാലായിട്ട് നമ്മൾ ഈ വർഷങ്ങളെ ആചരിക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ കുറച്ച് ടാർഗറ്റ് വെക്കുന്നുണ്ട്. ആ ടാർഗറ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ 2047 ആകുമ്പോഴേക്കും രാജ്യം എന്ന് പറയുന്നത് ഒരു 30 ട്രില്യൺ എക്കോണമി ആയിട്ട് മാറണം. എന്താ പറഞ്ഞേക്കുന്നത്, ചെറിയ ടാർഗറ്റ് അല്ല. 2047 രാജ്യത്തിനെ ഒരു 30 ട്രില്യൺ എക്കോണമി ആക്കി മാറ്റിക്കൊണ്ട് രാജ്യം എന്ന് പറയുന്നത് ഒരു വികസിത രാജ്യമായിട്ട് മാറും, വികസിത ഭാരതമായിട്ട് മാറും. ഓക്കെ, 2047 ആകുമ്പോഴേക്കും രാജ്യം എന്ന് പറയുന്നത് ഒരു ഡെവലപ്ഡ് കൺട്രി ആയിട്ട് മാറും. ശരി, അതിന് 30 ട്രില്യൺ നമ്മൾ അച്ചീവ് ചെയ്യേണ്ടതുണ്ട്. അതിനിടയിൽ ഒരു ഷോർട്ട് ടൈം ടാർഗറ്റ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 2025 രാജ്യം ഒരു 5 ട്രില്യൺ എക്കോണമി ആവും. നേരത്തെ ഇന്ത്യ എന്ന് പറയുന്നത് ലോക രാജ്യങ്ങളിടയിൽ 10ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിരുന്നു. അവിടെ നിന്നുകൊണ്ട് 5ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ ഓൾറെഡി മാറി. ശരിയാണ്. ഇനി നമ്മൾ 2027 ആകുമ്പോഴേക്കും 2027 ആകുമ്പോൾ ജർമ്മനിയെയും ജപ്പാനെയും പിന്തള്ളിക്കൊണ്ട് US-നും ചൈനയ്ക്കും ശേഷം 3ാമത്തെ ഏറ്റവും വലിയ എക്കോണമി ആയിട്ട് രാജ്യം മാറും എന്നുള്ളത് നമ്മുടെ ടാർഗറ്റാണ്.
ശരി, ഇപ്പൊ 2025 ഈ വർഷം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 5 ട്രില്യൺ എക്കോണമി ആവണം. 2027 കൂടി നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന പോലെ ആ രാജ്യം എന്ന് പറയുന്നത് എന്താവണം? പിന്നീട് ലോകത്തിലെ തന്നെ 3ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ മാറും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് 2047 ഒരു 30 ട്രില്യൺ എക്കോണമി ആവുമ്പോൾ രാജ്യം ഒരു വികസിത രാജ്യമായിട്ട് മാറും. ശരി, അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് കൂടി നമ്മൾ മനസ്സിലാക്കി പോകണം. ശരിക്കും നിങ്ങളൊരു GDP ട്രെൻഡ് ഇവിടെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ 2020-21 കോവിഡ് പാൻഡമിക് സിറ്റുവേഷൻ അല്ലെ, ആ ഒരു സിറ്റുവേഷനിൽ രാജ്യം എന്ന് പറയുന്നത് 10-40 വർഷത്തിന് ശേഷമാണ് -5.8% എന്ന GDP ഗ്രോത്തിലേക്ക് രാജ്യം പോയി. അത്രയും ഒരു നെഗറ്റീവ് ഗ്രോത്തിലേക്ക് രാജ്യം പോയി. എങ്ങനെ നമ്മൾ തിരിച്ചു വരും എന്ന് ചോദിച്ചപ്പോൾ അന്നത്തെ എക്കോണമിക് അഡ്വൈസർ സാമ്പത്തിക സർവേ അവതരിപ്പിച്ച സമയത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്: രാജ്യം 10-40 വർഷത്തിന് ശേഷം ആദ്യമായ ഒരു നെഗറ്റീവ് ഗ്രോത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, പക്ഷേ നമ്മളൊരു വി ഷേപ്ഡ് റിക്കവറിയിലൂടെ തിരിച്ചു വരും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. തൊട്ടടുത്ത സാമ്പത്തിക സർവേയിൽ അന്നത്തെ എക്കോണമിക് അഡ്വൈസർ പറയുന്നത് രാജ്യം എന്തായാലും തിരിച്ച് പഴയ നോർമൽ ഗ്രോത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. സെക്കൻഡ് കോവിഡ് വേവ് കാരണം നമ്മളൊരു W ഷേപ്പിലാണെങ്കിലും ഇന്ത്യ എന്ത് ചെയ്തിരിക്കുന്നു? ആ ഒരു നോർമൽ ഗ്രോത്ത് റേറ്റിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു എന്ന് പറയണ്ടായി. ശരിയാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ ആ ഒരു ബേസ് ലൈനിനെ കമ്പയർ ചെയ്തുകൊണ്ട് രാജ്യം പഴയൊരു GDP ഗ്രോത്ത് ലെവലിലേക്ക് തീർച്ചയായിട്ടും തിരിച്ചെത്തി. പിന്നീട് 2047 30 ട്രില്യൺ എക്കോണമി ആകണമെന്നുണ്ടെങ്കിൽ അത് ചെറിയൊരു ടാർഗറ്റ് അല്ല, വലിയ ടാർഗറ്റ് ആണ്. അതെങ്ങനെ അച്ചീവ് ചെയ്യാം? രാജ്യത്തിന്റെ GDP ഗ്രോത്ത് എങ്ങനെ കൂട്ടാം? കോവിഡ് സമയത്ത് നമ്മൾ ചെയ്തൊരു കാര്യം, ആ ഒരു ബേസിക് ഐഡിയ എല്ലാവരും മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. നമ്മുടെ പരീക്ഷകൾക്കാണെങ്കിലും ആ ഒരു അനലിറ്റിക്കൽ ലെവലിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് കൊണ്ട് ആ ഒരു അനാലിസിസ് കൂടി മനസ്സിലാക്കണം. അതൊന്ന് ശ്രദ്ധിച്ചൊന്ന് കേട്ടോളാം. ഇവിടെ അന്നത്തെ സമയത്ത് എങ്ങനെ നമ്മൾ വി ഷേപ്ഡ് റിക്കവറിയിൽ തിരിച്ചെത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം എന്ന് പറയുന്നത് നമ്മൾ അവിടെ മണി സപ്ലൈ കാര്യമായിട്ട് കൂട്ടി. ഓക്കെ, മണി സപ്ലൈ കൂട്ടിയത് ശരിക്കും പറഞ്ഞാൽ കീൻസിയൻ എക്കണോമിക്സ് പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ കൈനീഷ്യൻ തിയറി പറയുന്നതനുസരിച്ചിട്ട് JM കെയ്ൻസിന്റെ തിയറി അനുസരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിസഷൻ പീരീഡിൽ ഗവൺമെന്റ് ചെലവാക്കുന്നത് നന്നായിട്ട് കൂട്ടി. ഗവൺമെന്റ് ചെലവാക്കുന്നത് കൂട്ടി, പബ്ലിക് സ്പെൻഡിങ് കൂട്ടി എന്ന് നമ്മൾ പറയും. അപ്പൊ ഗവൺമെന്റ് ചെലവാക്കുന്നത് കൂട്ടി, കടം മേടിച്ചുകൊണ്ടാണെങ്കിൽ ഗവൺമെന്റ് ചെലവാക്കുന്നത് കൂട്ടി. നമ്മുടെ മുന്നിൽ കുറച്ച് ടാർഗറ്റുകളൊക്കെ ഉണ്ട്. FRBM ആക്ട്, ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് 2003 പറയുന്നത് രാജ്യത്തിന്റെ ഡെഫിസിറ്റ്, ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 3% ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ്. അപ്പോ ഏകദേശം നമ്മുടെ ധനക്കമ്മിയൊക്കെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത്. അപ്പോഴാണ് കോവിഡ് വന്നത്. അന്ന് നിർമ്മലാ സീതാരാമൻ പറയുന്നത് ഇങ്ങനെയാണ്: രാജ്യത്തിന് മുന്നിൽ 2 ലക്ഷ്യങ്ങൾ. ഒന്ന്, ഈ പറയുന്ന ഫിസിക്കൽ ഡെഫിസിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ നമ്മുടെ മുന്നിൽ 2 ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്നുകിൽ ഫിസിക്കൽ ഡെഫിസിറ്റിന് പ്രാധാന്യം കൊടുക്കണോ, അതേ ഫിസിക്കൽ സ്റ്റിമുലസിന് പ്രാധാന്യം കൊടുക്കണോ. അപ്പൊ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: റിസഷനിലേക്ക് പോയ രാജ്യത്തെ തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ ഡെഫിസിറ്റ് കുറയ്ക്കുന്നതിന് പകരം ഇവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത് ഫിസിക്കൽ സ്റ്റിമുലസിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യാണ്? ഈ പറയുന്ന പോലെ കടം മേടിച്ചുകൊണ്ടാണെങ്കിലും മാർക്കറ്റിലേക്കുള്ള മണി സപ്ലൈ നമ്മൾ കാര്യമായിട്ട് കൂട്ടുകയാണ് ചെയ്തത്. പബ്ലിക് സ്പെൻഡിങ് കൂട്ടിക്കൊണ്ട് മണി സപ്ലൈ കൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്കീമുകളിലൂടെയും ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിലൂടെയും പല സ്കീമുകളിലൂടെയും പദ്ധതികളിലൂടെയൊക്കെ നമ്മുടെ മാർക്കറ്റിലേക്ക് പരമാവധി എന്ത് ചെയ്തു? ആ മണി സപ്ലൈ കൂട്ടാൻ നോക്കി. ഇവിടെ നിങ്ങളുടെ മനസ്സിലാണെങ്കിലും വരേണ്ട ഒരു കോൺസെപ്റ്റ്, ഇങ്ങനെ മണി സപ്ലൈ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ പൈസ ചെലവാക്കാൻ തുടങ്ങും, സ്പെൻഡ് ചെയ്യാൻ തുടങ്ങും. PM കിസാനിലൂടെ 2000 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു. ശരിയാണ്. ഇനി അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന്, റോഡ് പണിക്ക്, പാലം പണിക്ക് പ്രാധാന്യം കൊടുത്തു. അവിടെ ഒരുപാട് ജോബ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ വന്നപ്പോൾ ആളുകൾക്ക് ശമ്പളം കിട്ടി തുടങ്ങി. നാളെ നിങ്ങളാണെങ്കിലും ജോലി കിട്ടി, ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ആ പൈസ എന്ത് ചെയ്യും? ഉറപ്പായിട്ടും ചെലവാക്കും. നിങ്ങളുടെ പർച്ചേസിംഗ് പവർ കൂടി എന്ന് ഞാൻ പറയാണ് എക്കണോമിക്സ്. ശരി, അങ്ങനെ നിങ്ങൾ അത് ചെലവാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നിങ്ങൾ സാധനം മേടിക്കുന്ന കൂടിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ശരിയാണ്. അങ്ങനെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ അവിടെ കമ്പനികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവിടെയും ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കി. ശരി, അങ്ങനെ വന്നപ്പോ കമ്പനികൾ പ്രൊഡക്ഷൻ കൂട്ടി, ഉൽപാദനം കൂട്ടി. രാജ്യത്ത് കമ്പനികൾ പ്രൊഡക്ഷൻ കൂട്ടിക്കഴിഞ്ഞാൽ ശരിക്കും അത് തന്നെയാണ് നമ്മൾ GDP ഗ്രോത്ത് എന്ന് വിളിക്കുക. ഒരു രാജ്യത്ത് ആ രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ
ഒരു സാമ്പത്തിക വർഷത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണല്ലോ GDP. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്ത് പ്രൊഡക്ഷൻ കൂടുമ്പോൾ, ഉൽപാദനം കൂടുമ്പോൾ എന്ത് കൂടിക്കോളും? GDP ഗ്രോത്ത് കൂടിക്കോളും. ആഹാ, അടിപൊളി. അപ്പൊ അങ്ങനെയെങ്കിൽ GDP ഗ്രോത്ത് കൂട്ടാൻ എന്താ ചെയ്തേ? മണി സപ്ലൈ കൂട്ടി, ഗവൺമെന്റ് ചെലവ് കൂട്ടി, ഗവൺമെന്റ് പരമാവധി ആളുകളിലേക്ക് പൈസ എത്തിച്ചുകൊണ്ട് അവിടെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. പർച്ചേസിംഗ് പവർ കൂടിയപ്പോ, പ്രൊഡക്ഷൻ കൂടിയപ്പോ എന്ത് കൂടി? രാജ്യത്തിന്റെ GDP കൂടി. അങ്ങനെയെങ്കിൽ GDP ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യാൻ നമ്മുടെ മുന്നിലുള്ള ഒരു മാർഗം ഒന്ന് മണി സപ്ലൈ കൂട്ടുക എന്നുള്ളതാണ്. അങ്ങനെ 2020 മണി സപ്ലൈ കൂടിക്കൊണ്ട് എന്ത് ചെയ്തു? നമ്മൾ V ഷേപ്ഡ് റിക്കവറിയിലൂടെ അല്ലെങ്കിൽ W ഷേപ്ഡ് റിക്കവറിയിലൂടെ നമ്മൾ എന്ത് ചെയ്തു? തിരിച്ച് ഒരു നോർമൽ ഗ്രോത്തിലേക്ക് എത്തി. കുറച്ചും കൂടി ഒന്നുകൂടി ക്ലിയർ ആക്കാൻ ഞാൻ ഇങ്ങനെ പറയുകയാണ്. രാജ്യത്തിന്റെ നാഷണൽ ഇൻകം കണ്ടെത്താനുള്ള ഒരു ഇക്വേഷനാണ് C+I+G+X-M. ശരിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഇക്വേഷനാണ്. ഇവിടെ ദേശീയ വരുമാനം കണ്ടെത്താൻ 3 മെത്തേഡുകളാണ്. അതിൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് അല്ലെങ്കിൽ ചെലവ് രീതി എന്ന് നമ്മൾ ഇതിനെ വിളിക്കും. ചെലവ് രീതി അല്ലെ? ചെലവ് രീതിയിലൂടെ ദേശീയ വരുമാനം കണ്ടെത്തുന്നത് C+I+G+X-M എന്നാണ്. സി എന്ന് പറയുന്നത് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ്, ഉപഭോഗ ചെലവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും നിങ്ങളും പൈസ കൂടുതൽ ചെലവാക്കുന്നു, കമ്പനികൾ കൂടുതൽ പൈസ ചെലവാക്കുന്നു, അവരുടെ ഡിമാൻഡ് കൂടുതൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ കമ്പനി പ്രൊഡക്ഷൻ കൂട്ടും. 2, നിക്ഷേപം കൂടിക്കഴിഞ്ഞാൽ കമ്പനി ചെലവ് കൂട്ടും. 3, ഗവൺമെന്റ് ചെലവാക്കുന്ന കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? നാഷണൽ ഇൻകം കൂടും, ദേശീയ വരുമാനം കൂടും. 4, രാജ്യത്തിന്റെ കയറ്റുമതി കൂടിക്കഴിഞ്ഞാലും എന്ത് കൂടിക്കോളും? ദേശീയ വരുമാനം കൂടിക്കോളും. ശരിയാണ്, ശരിയാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഗവൺമെന്റ് ചെലവാക്കുന്ന കൂടിക്കഴിഞ്ഞാൽ അത് ദേശീയ വരുമാനം കൂടുന്നതിന് കാരണമാകാം. സെറ്റാണ്, സെറ്റാണ്. ആ ഒരു കോൺസെപ്റ്റ് പിടികിട്ടി. ശരി, അങ്ങനെയെങ്കിൽ ഇവിടെ ഗവൺമെന്റ് ചെലവ് നോക്കുകയാണെങ്കിൽ ഇവിടെ ക്യാപെക്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മുടെ ബഡ്ജറ്റിൽ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്. ആ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ രാജ്യത്ത് മൂലധന ചെലവ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, മൂലധന ചെലവ് എന്ത് ചെയ്യാണ്? കൂടിക്കൊണ്ടിരിക്കുകയാണ്. 2022-23 നമുക്ക് 10.5% മൂലധന ചെലവെങ്കിൽ തുടർന്നത് എന്ത് ചെയ്തു? 12.5, 13.2. ഇപ്പോ 2025-26 15.5% നമ്മൾ എന്ത് ചെയ്യുന്നത്? മൂലധന ചെലവ് പ്രതീക്ഷിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഇത്രയും പൈസ എവിടെയാ ചെലവാക്കുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അസറ്റ് ക്രിയേഷനിലാണ്. എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ വികസനം, റോഡ്, റെയിൽവേ, പാലം പണി, ശരിയാണ്. ഇങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തില് അതുപോലെ അസറ്റ് ക്രിയേഷനിൽ ഗവൺമെന്റ് പൈസ ചെലവാക്കുമ്പോൾ അത് ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും, ആളുകളുടെ ഇടയിലേക്ക് മണി സപ്ലൈ കൂടും, രാജ്യത്തിന്റെ GDP ഗ്രോത്ത് കൂടും. ഓക്കെ, അപ്പൊ നമ്മളൊരു പറഞ്ഞു വെച്ചൊരു ട്രെൻഡ്, രാജ്യത്തിന്റെ മൂലധന ചെലവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത് രാജ്യത്തിന് നല്ലതാണ്, GDP ഗ്രോത്ത് കൂടുന്നതിന് നല്ലതാണ് എന്ന് നമുക്ക് പിടികിട്ടി എല്ലാവർക്കും. ശരി, അങ്ങനെയെങ്കിൽ ഇനി ഇങ്ങോട്ട് വരുമ്പോ 2025-26 ബഡ്ജറ്റിന്റെ ആ ഒരു നമ്മളൊരു അനാലിസിസ് ലെവലിൽ തന്നെയാണ് ആ ഒരു വീഡിയോ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കോൺസെപ്റ്റ് പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മൾ ഇനി പറയുന്ന അടുത്തൊരു പോയിന്റ്, 2025-26 ബഡ്ജറ്റിന് 4 വികസന എഞ്ചിനുകളാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. ഞാൻ എന്ത് പേരാ പറഞ്ഞേക്കുന്നത്? വികസന എഞ്ചിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കാർ ഓടിക്കണമെങ്കിൽ ആ കാറിന് എഞ്ചിൻ ഉണ്ടാവണമല്ലോ. അതുപോലെ രാജ്യത്തിന്റെ GDP ഗ്രോത്തിനെ ഡ്രൈവ് ചെയ്യാനുള്ള എഞ്ചിൻ 4 എഞ്ചിൻ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ശരി, ആ 4 എഞ്ചിൻ ഏതൊക്കെയും ചോദിക്കുകയാണെങ്കിൽ 1 കൃഷി, 2 MSME, 3 നിക്ഷേപം, 4 കയറ്റുമതി. ഓക്കെ, 1 കൃഷി അല്ലെങ്കിൽ അഗ്രികൾച്ചർ, ഓക്കെ, 1 അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷി, 2 MSME, മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസ് എന്നാണ്, മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ്. ശരി, അങ്ങനെയെങ്കിൽ അടുത്തത് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നിക്ഷേപം, അടുത്തത് കയറ്റുമതി. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു കോഡ് വെച്ച് കണക്ട് ചെയ്താലും മതി. എയിം എക്സ്പോർട്ട്, കയറ്റുമതി കൂടിക്കഴിഞ്ഞാൽ GDP കൂടും, നമുക്കറിയാമല്ലോ. അപ്പൊ എയിം എക്സ്പോർട്ട് എന്ന് കൂട്ടി ആലോചിച്ച് വെച്ചാൽ മതി. എയിം എന്താ? അഗ്രികൾച്ചർ, I ഇൻവെസ്റ്റ്മെന്റ്, M MSME, ഇവിടെ എന്താ? എക്സ്പെൻഡിച്ചർ. ഓക്കെ, ഇതുവരെ പിടികിട്ടി. ശരി, അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മുടെ സബ്കാ വികാസ് എന്ന തീം നമ്മുടെ നിർമ്മല സീതാരാമൻ പറഞ്ഞപ്പോ
അവിടെ പറഞ്ഞൊരു പോയിന്റ് ഇങ്ങനെയാണ്, രാജ്യത്തിന്റെ വികസനം എന്ന് പറയുന്നത് 2047 ആകുമ്പോൾ ശരി രാജ്യം ഒരു 30 ട്രില്യൺ എക്കോണമി ആവണം, അത് നമ്മുടെ ലക്ഷ്യമാണ്. ഓക്കെ, അപ്പൊ അതെങ്ങനെ സാധ്യമാക്കാൻ ചോദിച്ചപ്പോ 4 വികസന എഞ്ചിനുകളിലൂടെ 2025-26 നമ്മൾ എന്ത് ചെയ്യും, GDP ഗ്രോത്ത് കൈവരിക്കും. പക്ഷെ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, അവിടെ നമ്മൾ ഈ പറയുന്ന നാഷണൽ ഇൻകത്തിന്റെ ഇക്വേഷൻ നോക്കുകയാണെങ്കിലും C+I+G+X-M എന്നാണല്ലോ. ശരിയാണ്, അവിടെ C കൂടിയാലും I കൂടിയാലും G കൂടിയാലും X-M കൂടിയാലും രാജ്യത്ത് എന്തുണ്ടാവും, GDP ഗ്രോത്ത് ഉണ്ടാവുമല്ലോ. ശരി, അങ്ങനെയെങ്കിൽ ദേ ഇവിടെ നോക്കിയേ, ഇതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് കൂടി കഴിഞ്ഞാൽ എന്ത് കൂടും, രാജ്യത്തിന്റെ GDP കൂടും. അതുപോലെ X-M ഇവിടെ കയറ്റുമതി കൂടിക്കഴിഞ്ഞാൽ X-M കൂടും. ശരിയാണ്, അപ്പൊ അങ്ങനെയെങ്കിൽ നിക്ഷേപവും കയറ്റുമതിയും കൂടുമ്പോൾ ഉറപ്പായിട്ടും രാജ്യത്തിന്റെ GDP കൂടാം. ശരിയാണ്, ഇനി അതുപോലെ അഗ്രികൾച്ചറിന് പ്രാധാന്യം കൊടുക്കുകയാണ്, കൃഷിക്ക് പ്രാധാന്യം കൊടുക്കുകയാണ്. അതുപോലെ MSME ചെറുകിട വ്യവസായങ്ങൾക്ക് കൂടി പ്രാധാന്യം കൊടുക്കുകയാണ്. അങ്ങനെ കൃഷിക്കും ചെറുകിട വ്യവസായത്തിനും പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ഒരു മിഡിൽ ഇൻകം പീപ്പിളിന് കൂടുതലായിട്ട് വരുമാനം വരുമല്ലോ. അങ്ങനെ അവർക്ക് വരുമാനം വന്നു കഴിഞ്ഞാൽ അവർ കൂടുതൽ ചെലവാക്കുമല്ലോ, കൺസംഷൻ എക്സ്പെൻഡിച്ചർ കൂടുമല്ലോ, അതും GDP ഗ്രോത്തിനെ സഹായിക്കും. അങ്ങനെയെങ്കിൽ 4 വികസന എഞ്ചിനുകൾ ഏതൊക്കെയാ, എയിം എക്സ്പോർട്ട് ഏതൊക്കെ, അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷി, ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നിക്ഷേപം, അതുപോലെ കയറ്റുമതി, പിന്നീട് നമ്മൾ പറഞ്ഞത് ദേ ഇവിടെ MSME. സെറ്റ്. അപ്പൊ നമ്മുടെ 2025-26 ബഡ്ജറ്റിന്റെ തീം എന്ന് പറയുന്നത് സബ്കാ വികാസ് എന്നുള്ളതാണ്. അപ്പൊ അവിടെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 2025-26 ബഡ്ജറ്റ് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചപ്പോ തെലുങ്ക് കവിയായിട്ടുള്ള ഗുരജട അപ്പറാമുവിന്റെ ഒരു ഫേമസ് കോട്ട് പറഞ്ഞുകൊണ്ടാണ് നിർമ്മലാ സീതാരാമൻ ഇതിങ്ങനെ പറയുന്നത് ഇങ്ങനെയാണ്, ദേ ഇവിടെ ഒരു രാജ്യം അതിന്റെ ഭൂമി മാത്രമല്ല അല്ലെങ്കിൽ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം എന്ന് പറയുന്നത് ആ രാജ്യത്തെ ജനങ്ങളാണ്. ഒരു രാജ്യം എന്ന് പറയുന്നത് വെറും ഒരു പീസ് ഓഫ് ലാൻഡ് മാത്രമല്ല, അവിടെ സോയിൽ മാത്രമല്ല, മറിച്ച് ആ രാജ്യത്തെ ജനങ്ങളാണ് രാജ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് നിർമ്മലാ സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, രാജ്യം GDP ഗ്രോത്ത് കൈവരിക്കണം, 2047 ആകുമ്പോൾ രാജ്യം വികസിത രാജ്യമാകണം. ശരി തന്നെയാണ്, പക്ഷെ അവിടെ സബ്കാ വികാസ് എന്നുള്ളതാണ് ഈ വർഷത്തെ ബഡ്ജറ്റിന്റെ തീം. രാജ്യം GDP ഗ്രോത്ത് കൈവരിക്കുന്നതിനോടൊപ്പം എല്ലാവരും ആ ഒരു വികസനത്തിന്റെ ഭാഗമാവണം. ഓക്കെ, അങ്ങനെയെങ്കിൽ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് മക്കളെ നമ്മൾ ഓർത്തിരിക്കേണ്ട 2 പോയിന്റുകൾ, 25-26 ബഡ്ജറ്റിന്റെ തീം സബ്കാ വികാസ് എന്നാണ്. 2 കവികളെയാണ് ഈ പറഞ്ഞ 25-26 ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്ന 2 കവികളാണ്. ഒന്ന് തെലുങ്ക് കവിയായിട്ടുള്ള ഗുരജട അപ്പറാവു, 2 തിരുവള്ളുവരാണ്. തിരുക്കുറൽ എഴുതിയ തിരുവള്ളുവരാണ് രണ്ടാമത്തെ ആള്. അപ്പോ ഇവിടെ നമ്മുടെ ടാക്സിന്റെ കാര്യം പറഞ്ഞപ്പോ നികുതി നിരക്കുകളൊക്കെ കുറച്ചുകൊണ്ട് GDP ഗ്രോത്ത് കൂട്ടാനാണ് ഈ ഒരു ബഡ്ജറ്റ് നോക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ബഡ്ജറ്റിൽ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യം ടാക്സ് റേറ്റ് കുറയ്ക്കുക, ഗവൺമെന്റ് ചെലവുകളൊക്കെ കൂട്ടുക, അങ്ങനെ GDP ഗ്രോത്ത് കൂട്ടണം. അതിന്റെ കൂടെ എല്ലാവരും വികസനത്തിന്റെ ഭാഗമാവണം. അതിനെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ടാക്സ് റേറ്റ് കുറച്ചപ്പോ ഇനി മുതൽ 12 ലക്ഷത്തിന് താഴെ വരുമാനമുള്ളവർ നികുതി തരണ്ട എന്ന് പറഞ്ഞപ്പോ അവിടെ തിരുവള്ളുവരുടെ ഒരു കോട്ടാണ് പറയേണ്ടായത്. പറഞ്ഞതിങ്ങനെയാണ്, മഴ പ്രതീക്ഷിച്ച് ജീവജാലങ്ങൾ ജീവിക്കുന്ന പോലെ പൗരന്മാർ നല്ല ഭരണം പ്രതീക്ഷിച്ച് ജീവിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മിഡിൽ ഇൻകം പീപ്പിളിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ഈ പറയുന്ന ഒരു പർച്ചേസിംഗ് പവർ കൂടാൻ വേണ്ടിയിട്ട് ചെയ്തൊരു കാര്യം, ടാക്സ് റേറ്റ് കുറച്ചു. 12 ലക്ഷം രൂപ വരെ നികുതിയുള്ളവർ 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർ എന്ത് തരണ്ട, അവർ ഈ പറയുന്ന പോലെ ടാക്സ് തരേണ്ടതില്ല, ഇൻകം ടാക്സ് തരണ്ട എന്നെന്ത് ചെയ്തു നിർമ്മലാ സീതാരാമൻ പറയാണ്. അതിനുള്ളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കടക്കാം. അപ്പൊ അങ്ങനെയെങ്കിൽ ഓർത്ത പറഞ്ഞ 2 പോയിന്റുകൾ 2 കവികളെ പറ്റിയാണ് ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് തിരുവള്ളുവരും, 2 ഗുരജട അപ്പറാവുമാണ്. പിന്നീട് നമ്മൾ പ്രതീക്ഷിത GDP വളർച്ചാ നിരക്ക് 2024-25 6.4%. നമ്മുടെ ലക്ഷ്യം 2047 ഒരു 30 ട്രില്യൺ എക്കോണമിയായി മാറുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് മൂലധന ചെലവെന്ന് പറയുന്നത് ഓരോ വർഷവും കൂടി വരുന്നൊരു ട്രെൻഡാണ് ഇന്ത്യൻ എക്കോണമിയിൽ ഉള്ളത് എന്ന് നമുക്ക് ഓർത്തിരിക്കാം. സെറ്റാണ്. അങ്ങനെയെങ്കിൽ 4 വികസന എഞ്ചിനുകൾ, എയിം എക്സ്പോർട്ട്, അഗ്രികൾച്ചർ, ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ നിക്ഷേപം, കയറ്റുമതി. ശരി, അപ്പൊ നമ്മുടെ കയ്യിൽ 4 എഞ്ചിനുകളായി. ഓക്കെ, ഈ 4 എഞ്ചിനുകൾക്കുള്ള ഫ്യുവൽ എന്താണെന്ന് ചോദിച്ചപ്പോ അതിന് വേണ്ടിയിട്ടുള്ള ഇന്ധനം അല്ലെങ്കിൽ ഫ്യുവൽ എന്ന് പറയുന്നത് റിഫോംസ് ആണ്, പരിഷ്കരണങ്ങളാണ്. അപ്പോൾ 4 എഞ്ചിനുകളായി വികസനത്തിന് വേണ്ടിയിട്ട്, സബ്കാ വികാസിന് വേണ്ടിയിട്ട് 4 എഞ്ചിൻ.
ആ 4 എഞ്ചിന്റെ ഫ്യുവൽ എന്ന് പറയുന്നത് റിഫോംസ് ആണ്, പരിഷ്കരണങ്ങളാണ്. അപ്പോൾ ഒരുപാട് പരിഷ്കരണങ്ങൾ ഓരോ മേഖലയിലും ഈ 4 എഞ്ചിനുകളിലും എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അതെന്താണ് എന്ന് നമുക്ക് പഠിക്കണം. പിന്നീട് നമ്മുടെ ഗൈഡിങ് സ്പിരിറ്റ് എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച തന്നെയാണ്, ഇൻക്ലൂസിവിറ്റി തന്നെയാണ്. എല്ലാവരും എന്ത് ചെയ്യുക, ആ ഒരുമിച്ച് വളരുക എന്നുള്ളതാണ് ഗൈഡിങ് സ്പിരിറ്റ്. എന്താണ് ലക്ഷ്യം എന്ന് ചോദിക്കുകയാണെങ്കിൽ വികസിത ഭാരതമാണ് ലക്ഷ്യം. 2047 കൂടി വികസിത ഭാരതമാകണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. സെറ്റ്. അപ്പൊ അങ്ങനെയെങ്കിൽ ഓരോ വിഭാഗത്തിലും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചത് നമുക്ക് നോക്കാം. ഒന്ന്, ആദ്യത്തെ എഞ്ചിനിലേക്ക് നമ്മൾ കടക്കുകയാണ്, കൃഷി. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യങ്ങൾ, കുറച്ചധികം സ്കീമുകൾ ഓരോ മേഖലയിലും എന്ത് ചെയ്തു, ബഡ്ജറ്റിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പൊ ആ സ്കീമുകളിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ, ആ സ്കീം എന്താണ് എന്ന് മാത്രം എന്ത് ചെയ്യുക, നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കുക നമ്മുടെ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ. അപ്പൊ അതിൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാവുന്ന ഒന്നാമത്തെ സ്കീം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജനയാണ്. പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന ഇതെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഒരു അഗ്രി ഡിസ്ട്രിക്ട് വികസന പദ്ധതിയാണ് ഈ ധൻ ധാന്യ കൃഷി യോജന. ഇതെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ ഈ ഗ്രാമങ്ങള് പ്രധാനമായിട്ടും കൃഷി എന്ത് ചെയ്യുന്നു, ആ കൃഷിയാണ് വരുമാന മാർഗം എന്നുള്ള ഗ്രാമങ്ങളെ കണ്ടെത്തുക. ആ ഗ്രാമങ്ങളുടെ ആ ഉൽപാദനക്ഷമത കൂട്ടുക. കാർഷികമായി പിന്നോക്കം നിൽക്കുന്ന എന്നാൽ പ്രാഥമിക വരുമാനം കൃഷിയായിട്ടുള്ള ഗ്രാമങ്ങളെ കണ്ടെത്തിക്കൊണ്ട് അവരുടെ ഉൽപാദനക്ഷമത കൂട്ടിക്കൊണ്ട് എന്ത് ചെയ്യുക, ആ ഗ്രാമങ്ങളെ വികസിപ്പിക്കുക, അവിടുത്തെ കൃഷി വികസിപ്പിക്കുക. ഇങ്ങനെയുള്ള അഗ്രി ഡിസ്ട്രിക്ട് വികസന പദ്ധതിയാണ് ഏത്, ധൻ ധാന്യ കൃഷി യോജന. പരീക്ഷയ്ക്ക് ചോദിക്കാം, ധൻ ധാന്യ കൃഷി യോജന എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അഗ്രി ഡിസ്ട്രിക്ട് പ്രോഗ്രാം. അതുപോലെ തന്നെ എന്ത് ചെയ്തു, പിന്നീട് പറയാണ് ആ വെറൈറ്റി വിത്തുകൾ എന്ത് ചെയ്യുക, കൊണ്ടുവരിക, ഹൈ ഈൽഡ് വെറൈറ്റി വിത്തുകൾ കൊണ്ടുവരിക. ഇങ്ങനെയൊക്കെ ഓപ്ഷൻ തരാം, ഓർത്തിരിക്കുക. എന്താണ്, അഗ്രി ഡിസ്ട്രിക്ട് വികസന പദ്ധതിയാണ് ധൻ ധാന്യ കൃഷി യോജന. സെറ്റാണ്. ധൻ ധാന്യ കൃഷി യോജന എന്താണ്, അഗ്രി ഡിസ്ട്രിക്ട് പദ്ധതിയാണ് എന്ന് ഓർത്തിരിക്കുക. അടുത്തത് പയറുവർഗ്ഗങ്ങളിലെ സ്വാശ്രയത്വം. ഓക്കെ, പയറുവർഗ്ഗങ്ങളിലെ സ്വാശ്രയത്വം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നതാണ് ആത്മനിർഭരത ഇൻ പൾസസ്. ഓക്കെ, അപ്പൊ പയറുവർഗ്ഗങ്ങളിലെ ആത്മനിർഭരത എന്നതും എന്ത് ചെയ്തു, ഈ ബഡ്ജറ്റിലെ കൃഷിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച കാര്യമാണ്. അപ്പൊ ഇവിടെ 3 ഇനങ്ങൾക്കാണ് പ്രധാനമായിട്ടും പ്രാധാന്യം കൊടുത്തത്. ഒന്ന് തുവര, 2 ഉഴുന്ന്, പിന്നെ മസൂർ എന്ന് പറയുന്ന ഒരു ഇനം പരിപ്പാണ്. അപ്പോൾ ഈ മൂന്ന് പയർവർഗ്ഗങ്ങളെയും ഈ 3 ഇനങ്ങളും 6 വർഷം കൊണ്ട് സ്വാശ്രയത്വം കൈവരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഇറക്കുമതിയൊക്കെ കുറച്ചുകൊണ്ട് എന്ത് ചെയ്യുക, പരമാവധി ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുക. ശരി. അപ്പൊ അങ്ങനെയെങ്കിൽ പയർവർഗ്ഗങ്ങളിലെ സ്വാശ്രയത്വമാണ് എന്നുദ്ദേശിക്കുന്നത് ആത്മനിർഭരത ഇൻ പൾസസ്. ഓക്കെ, ആത്മനിർഭരത ഏതില്, പയർവർഗ്ഗങ്ങളുടെ ആത്മനിർഭരത, സ്വാശ്രയത്വമാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രാധാന്യം കൊടുത്ത പയർവർഗ്ഗങ്ങൾ ഏതൊക്കെയാ? ഏതാ? ഒന്ന് തും എന്ന് ഓർത്താലും മതി. ഏതൊക്കെയാണ്? ഒന്ന് തുവര, 2 ഉഴുന്ന്, തുവര ഉഴുന്ന്, പിന്നീട് മസൂർ. തുവര ഉഴുന്ന് മസൂർ. സെറ്റാണ്. പിന്നീടുള്ള അടുത്തൊരു പോയിന്റ്, കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബീഹാറിൽ ഒരു മക്കാന ബോർഡ് സ്ഥാപിക്കുകയാണ്. എന്താണ് ഈ മക്കാന എന്ന് ഉദ്ദേശിക്കുന്നത്? ഒരിനം താമര വിത്താണ്. ഏത്? മക്കാന എന്ന് പറയുന്ന ഒരിനം താമര വിത്താണ്. അപ്പൊ ഇതിന്റെ ഉൽപാദനം, സംസ്കരണം, വിപണനം ഇതൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് എന്ത് ചെയ്യാണ്, ഒരു ബോർഡ് സ്ഥാപിക്കാം എന്ന് പറയാണ്. അപ്പോ മക്കാന എന്ന് പറയുന്ന ഒരു തരുണം താമര വിത്താണ് എന്ന് ഓർത്തിരിക്കണം. അവിടെ നമുക്ക് ക്വസ്റ്റ്യൻ വരാം, 2025-26 ബഡ്ജറ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന മക്കാന എന്നത് എന്താണ്? ശരി, ഒരിനം താമര വിത്താണ്. മറ്റെന്തെങ്കിലുമൊക്കെ ഓപ്ഷൻസ് കൊടുക്കാം. ഓക്കെ, അപ്പൊ അതൊരു താമര വിത്താണ്. ബീഹാറിലെ മക്കാന ബോർഡ് ആണ് എന്ത് ചെയ്യുന്നത്, അടുത്ത് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഞാൻ എടുത്തിട്ടുള്ളത്. ഒരുപാട് പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നിയിട്ടുള്ള സ്കീമുകളാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും പഠിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെയെങ്കിൽ കിസാൻ ക്രെഡിറ്റ് കാർഡാണ് പിന്നീട് കാർഷിക മേഖലയിൽ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു പോയിന്റ്. കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി അവിടെ 3 ലക്ഷം രൂപയിൽ നിന്ന് 5 ലക്ഷം രൂപയായി ഉയർത്തും എന്ന് എന്ത് ചെയ്തു, ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നു. അപ്പൊ ക്രെഡിറ്റ് കാർഡ് എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ കർഷകർക്ക് വേണ്ടിയിട്ട് അവർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് നൽകുകയാണ്. എന്തിനാണ് ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ പറയുന്ന കൃഷി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാം. ഇപ്പോൾ വിത്ത് മേടിക്കുന്നതിനാണെങ്കിലും കാർഷിക മേഖലയിലുള്ള ബാക്കിയുള്ള കാര്യങ്ങൾക്കാണെങ്കിലും എന്ത് ചെയ്യാം, അവർക്ക് ഇത് ഉപയോഗിക്കാം.
അപ്പൊ അങ്ങനെയെങ്കിൽ അതിന്റെ വായ്പാ പരിധി എത്ര വരെ ആക്കിയിട്ടുണ്ട്? 5 ലക്ഷമാണ് വായ്പാ പരിധി. കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ വായ്പാ പരിധി 5 ലക്ഷമാണ് എന്ന് ഓർത്തിരിക്കാം. ഇനി അതുപോലെ ഒരു യൂറിയ പ്ലാന്റ് നിർമ്മിക്കുന്നതിന്റെ കാര്യം ബഡ്ജറ്റിൽ പറയേണ്ടായി. അത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അസാമിലെ നംരൂപിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു യൂറിയ പ്ലാന്റ് നിർമ്മിക്കാനായിട്ട് പോകുന്നത്. ഇത്രയും പോയിന്റ് ക്ലിയർ ആണ്, സെറ്റാണ്. ഇതുവരെ കിട്ടി. അപ്പോൾ ഒന്നാമത്തെ വികസന എഞ്ചിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ വികസന എഞ്ചിനുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. രണ്ടാമത്തെ വികസന എഞ്ചിൻ ഏതാണ്? ആ MSME ആണ്. അതുപോലെ ആ മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസ് ആണ്. ചെറുകിട വ്യവസായങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇന്ത്യയുടെ ഒരു സ്ഥിതി നോക്കുകയാണെങ്കിൽ നിലവിൽ ഏകദേശം 7.5 കോടി ആളുകൾക്ക് തൊഴിൽ നൽകുന്നൊരു മേഖലയാണ് നമ്മുടെ ഇന്ത്യയിലെ MSME. ഓക്കെ, പിന്നീട് നമ്മുടെ രാജ്യത്തെ ഉൽപാദനത്തിന്റെ 36% സൃഷ്ടിക്കുന്നതും ആര് തന്നെയാണ്? MSME തന്നെയാണെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഇന്ത്യയെ ഈ പറയുന്ന MSMEകളെ ഒരു ആഗോള ഉൽപാദന കേന്ദ്രമായി മാറ്റുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യം തന്നെയാണ്. അപ്പോൾ രാജ്യത്ത് പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും GDP കൂടും. അതിനെന്ത് ചെയ്യുന്നു നോക്കുകയാണെങ്കിൽ ഈ MSMEക്ക് 20 കോടി രൂപ വരെ എന്ത് ചെയ്യാം, ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ് നമ്മുടെ ബഡ്ജറ്റിൽ പറഞ്ഞു. 20 കോടി രൂപ വരെ എന്ത് ചെയ്യാം, MSMEക്ക് ലോൺ കിട്ടുന്നുണ്ടാവും. അങ്ങനെയെങ്കിൽ നമ്മുടെ കിസാൻ ക്രെഡിറ്റ് കാർഡ് പോലെ മൈക്രോ എന്റർപ്രൈസസിനും എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് കാർഡ് നൽകുകയാണ്. അവിടെ GST ഒക്കെ രജിസ്റ്റർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നു, ഉദ്യം പോർട്ടൽ നമുക്കറിയാം. ഇങ്ങനെ ഉദ്യം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സംരംഭങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, 5 ലക്ഷം പരിധിയുള്ള ക്രെഡിറ്റ് കാർഡുകൾ നൽകും. അപ്പൊ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി അവിടെയും എത്ര തന്നെയാണ്, 5 ലക്ഷമാണ് എന്ന് എന്ത് ചെയ്യണം, ഓർത്തിരിക്കണം. ഓക്കെ, അപ്പൊ അവിടെ ഉദ്യം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള MSMEകൾക്കാണ് എന്ത് ചെയ്യുന്നത്, 5 ലക്ഷം രൂപ വരെയുള്ള ക്രെഡിറ്റ് കാർഡുകൾ നൽകുക. അടുത്തൊരു സ്കീം ബഡ്ജറ്റിൽ പറഞ്ഞത് ഫോക്കസ് പ്രൊഡക്റ്റ് സ്കീം എന്ന സ്കീമാണ്. ഫോക്കസ് പ്രൊഡക്റ്റ് സ്കീം ഇതെന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഫോക്കസ് പ്രൊഡക്റ്റ് സ്കീം എന്ന് പറയുന്നത് ഇന്ത്യയിലെ പാദരക്ഷ തുകൽ മേഖലയുടെ ഉൽപാദനക്ഷമത ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഫോക്കസ് പ്രൊഡക്റ്റ് സ്കീം. ശരി, അപ്പൊ നമ്മുടെ ഫോക്കസ് എവിടെ നിന്ന് തുടങ്ങണം, ആ ബേസിൽ നിന്ന് തുടങ്ങണം അല്ലെ? ശരിയാണ്. നമ്മളൊരു കാര്യം പഠിക്കാൻ നിന്ന് കഴിഞ്ഞാലും ആ ഒരു ഫോക്കസ് ബേസിൽ നിന്നായിരിക്കണം. അപ്പൊ ഒരു മനുഷ്യന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, പാദമാണ് ബേസ് അല്ലെ? അപ്പൊ ഫോക്കസ് എവിടെ, പാദത്തിൽ നിന്നായിരിക്കണം. പാദരക്ഷ, കുഴപ്പമില്ലല്ലോ, കണക്ട് ചെയ്യാലോ. ശരി, അപ്പൊ ഫോക്കസ് പ്രൊഡക്റ്റ് സ്കീം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ, പാദരക്ഷ തുകൽ മേഖല ഉൽപാദനക്ഷമത. പാദരക്ഷ തുകൽ മേഖല ഇവയുടെ ഉൽപാദനക്ഷമതയാണ് ലക്ഷ്യം. പാദരക്ഷയും തുകൽ മേഖലയുമാണ് എന്ത് ലക്ഷ്യം വെക്കുന്നത്, ആ ഒരു ഫോക്കസ് പ്രൊഡക്റ്റ് സ്കീം ലക്ഷ്യം വെക്കുന്നത്. കണക്ഷൻ കിട്ടുന്നുണ്ട്. ശരി, മൈക്രോ എന്റർപ്രൈസസിന് ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. എത്ര ലക്ഷം രൂപ വരെ, 5 ലക്ഷം രൂപ വരെ. ഫോക്കസ് പ്രൊഡക്റ്റ് സ്കീം എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ, പാദരക്ഷ തുകൽ മേഖല. ശരി, അടുത്തത് മേക്ക് ഇൻ ഇന്ത്യ. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇപ്പൊ രാജ്യത്തെ സ്വാശ്രയത്വം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്ത്യക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുക, അതിനു വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുക. ശരിയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയായിരുന്നു മേക്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആവശ്യമുള്ളത് ഇന്ത്യയിൽ തന്നെ പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ ആ മേക്ക് ഇൻ ഇന്ത്യക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരുപാട് പ്രാധാന്യം ഈ ബഡ്ജറ്റ് നൽകുന്നുണ്ട് എന്ന് ഓർത്തിരിക്കാം. അങ്ങനെയെങ്കിൽ 2 എഞ്ചിനുകളെ പറ്റി നമ്മൾ പറഞ്ഞു. ഒന്ന് കൃഷി, 2 MSME. അടുത്ത് നോക്കുകയാണെങ്കിൽ നേരെ നമുക്ക് നിക്ഷേപത്തിലേക്ക് നമുക്ക് കടക്കാം. നിക്ഷേപം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്. ഇവിടെ ഒരു രാജ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നത് രാജ്യത്തിന്റെ GDP ഗ്രോത്തിന് കാരണമാകും എന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആവാം. അത് മാത്രമല്ല ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉദ്ദേശിക്കുന്നത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആവാം. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ മനുഷ്യനും ഹ്യൂമനും ഒരു ക്യാപിറ്റലാണ്, ഹ്യൂമൻ ക്യാപിറ്റൽ ആവാം. ശരിയാണ്. അങ്ങനെയെങ്കിൽ രാജ്യത്തെ ജനങ്ങൾ, സമ്പദ് വ്യവസ്ഥ, ഇവയുടെ നവീകരണം, ഇതിലൊക്കെയുള്ള നിക്ഷേപങ്ങളെ എന്ത് ചെയ്യുന്നു, ഈ 2025-26 ബഡ്ജറ്റ് പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് സബ്കാ വികാസ് എന്നുള്ളത് സാധ്യമാകുന്നത് ശരിക്കും ഈ നിക്ഷേപം എന്ന പോയിന്റിൽ കൂടുതലും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ്, അല്ലെങ്കിൽ ഹ്യൂമൻ ക്യാപിറ്റലിന്റെ പ്രാധാന്യത്തിനാണ്. അങ്ങനെയെങ്കിൽ ഇത് നോക്കി, ഫസ്റ്റ് പറയുന്നു സാക്ഷം അംഗൻവാടി, അതുപോലെ പോഷൻ 2.0. ഇതെന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, പോഷകാഹാരവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, പോഷകാഹാരം കണക്ട് ചെയ്യാം. സാക്ഷം അംഗൻവാടി ഇതൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ, പോഷകാഹാരത്തിനുമായിട്ടുള്ള ബന്ധപ്പെട്ടതാണ്. ഇതിനുള്ള ധനസഹായം വർദ്ധിപ്പിക്കും എന്നെന്ത് ചെയ്തു, ബഡ്ജറ്റിൽ പറയുന്നുണ്ടായിരുന്നു. അടുത്തൊരു പോയിന്റ്, PM സ്വാനിധി. എപ്പോഴും PSC ചോദിച്ചതാണ്, 1-2 തവണ PSC പരീക്ഷകൾക്ക് വന്നിട്ടുള്ള ചോദ്യമാണ്. എന്താണ് PM സ്വാനിധി?
തെരുവോര കച്ചവടക്കാർക്ക് എന്ത് ചെയ്യുന്നു, വായ്പ നൽകുന്ന പദ്ധതിയായിരുന്നു PM സ്വാനിധി. ശരിയാണ്. അങ്ങനെയുള്ള വായ്പകൾ എന്ത് ചെയ്തു, വർദ്ധിപ്പിക്കും എന്ന് എന്ത് ചെയ്തു, ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. PM സ്വാനിധി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? തെരുവോര കച്ചവടക്കാർക്ക് വായ്പ നൽകുന്നതാണ് PM സ്വാനിധി. PM സ്വാനിധി ഏതാ? തെരുവോര കച്ചവടക്കാരാണ്. തെരുവോര കച്ചവടക്കാർക്ക് വായ്പ കൊടുക്കുന്നതിനുള്ള പദ്ധതിയാണ് PM സ്വാനിധി. ഓക്കെ. അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് ജൽ ജീവൻ മിഷൻ ആണ്. ജൽ ജീവൻ മിഷൻ എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഗ്രാമങ്ങളിലെ എല്ലാ വീടുകളിലും പൈപ്പ് കണക്ടിവിറ്റിയുടെ സഹായത്തോടെ കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ. അപ്പോൾ അവിടെ ഓർക്കേണ്ടത്, ജൽ ജീവൻ മിഷൻ എവിടെയാണ്? ഗ്രാമങ്ങളിലാണ്. ഗ്രാമങ്ങളിൽ പൈപ്പ് കണക്ടിവിറ്റിയുടെ സഹായത്തോടെ എന്തെത്തിക്കുക, കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ. വാക്കിലുണ്ടേ, കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടേ, ജൽ ജീവൻ മിഷൻ. ഓക്കെ. അടുത്തത് സ്വാമിക് ഫണ്ട് ആണ്. സ്വാമിക് ഫണ്ട് എന്താണ്? ഈ സ്വാമിക് ഫണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക, അവിടെ വീടുകളുടെ നിർമ്മാണത്തിന് എന്ത് ചെയ്യാണ്, വീടുകളുടെ നിർമ്മാണത്തിന് പ്രാധാന്യം കൊടുക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടില്ലാത്തവർ, വാടകയ്ക്ക് താമസിക്കുന്നവർ, അല്ലെ, അവർക്കൊക്കെ വേണ്ടിയിട്ട് സ്വകാര്യ നിക്ഷേപകരുടെയൊക്കെ സഹായത്തോടെ എന്ത് ചെയ്യുന്നു, 1 ലക്ഷം വീടുകൾ നിർമ്മിക്കും എന്നാണ് എന്ത് ചെയ്തത്, ബഡ്ജറ്റിൽ പറഞ്ഞത്. അപ്പൊ സ്വാമിക് ഫണ്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വീടുകളുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു സ്വാമിക് ഫണ്ട്. സെറ്റ്. ഓക്കെ. അങ്ങനെയെങ്കിൽ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ അടുത്തൊരു പോയിന്റ് ഡീപ് ടെക് ഫണ്ട് ഓഫ് ഫണ്ട് എന്നുള്ളതാണ്. ഡീപ് ടെക് ഫണ്ട് ഓഫ് ഫണ്ട് ഇതെന്താ ചോദിക്കുകയാണെങ്കിൽ, തലമുറ സ്റ്റാർട്ടപ്പ്, പുതിയ സ്റ്റാർട്ടപ്പുകളെ എന്ത് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുന്നുള്ള പദ്ധതിയാണ്. അവർക്ക് എന്ത് ചെയ്യുന്നു, വായ്പ കൊടുക്കുക, അതുപോലെ അവർക്ക് ആവശ്യമായുള്ള നിക്ഷേപങ്ങൾ എത്തിക്കുക. ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഡീപ് ടെക് ഫണ്ട് ഓഫ് ഫണ്ട്. ഓക്കെ, ശരി. അടുത്ത ഇങ്ങോട്ട് വരികയാണെങ്കിൽ അടുത്തൊരു ഇമ്പോർട്ടന്റ് പദ്ധതി ഗ്യാൻ ഭാരത് മിഷൻ എന്നുള്ളതാണ്. എന്താണ് ഗ്യാൻ ഭാരത് മിഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ, രാജ്യത്ത് ഇപ്പോൾ മനുസ്ക്രിപ്റ്റ്, അല്ലെ, ഇതുപോലെയുള്ള കൈയെഴുത്ത് പ്രതികളുടെ പൈതൃകം കാത്തു സൂക്ഷിക്കാനും സംരക്ഷിക്കാനും അക്കാഡമിക് സ്ഥാപനങ്ങൾ കൊണ്ടുവരാം. അപ്പൊ ഇങ്ങനെയുള്ള എന്താണ് നമ്മുടെ പുരാതന കാലം മുതൽക്കുള്ള ആ കൈയെഴുത്ത് പ്രതികളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അക്കാഡമിക് സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നു, കൊണ്ടുവരാനുള്ള ഒരു പദ്ധതിയാണ് ഗ്യാൻ ഭാരത് മിഷൻ. ഗ്യാൻ ഭാരത് മിഷൻ. ഓക്കെ. ഗ്യാൻ ഭാരത് മിഷൻ എന്താണ് ഓർത്തിരിക്കാമല്ലോ. അവിടെ എന്താ, കൈയെഴുത്ത് പ്രതികളുടെ പൈതൃകം കാത്തു സൂക്ഷിക്കാൻ കൊണ്ടുവന്നൊരു പദ്ധതിയാണ് ഏത്, ഗ്യാൻ ഭാരത് മിഷൻ. ശരി. അടുത്ത് നോക്കുകയാണെങ്കിൽ വിളകളുടെ ജൈവപ്ലാസത്തിനായിട്ട് എന്ത് സ്ഥാപിക്കുന്നു പറയുന്നു, ജീൻ ബാങ്ക് സ്ഥാപിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ നമ്മൾ ഒരുപാട് ഹൈ ഈൽഡ് വെറൈറ്റി ക്രോപ്പുകളൊക്കെ ഉപയോഗിച്ച് വരുന്നത് കാരണം നമ്മുടെ ശരിക്കുള്ള ആ ചെടികളുടെയൊക്കെ ആ ഒരു സ്വാഭാവികതയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ പഴയ ഇനം വിത്തുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് സൂക്ഷിക്കണം. അവയുടെ ജീനും ഒക്കെ സൂക്ഷിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഭാവിയിലെ ഭക്ഷ്യ പോഷകാഹാര സുരക്ഷയ്ക്കായി 10 ലക്ഷം ജൈവപ്ലാസം ലൈനുകളുള്ള ഒരു ജീൻ ബാങ്ക് സ്ഥാപിക്കും എന്നാണ് എന്ത് ചെയ്യുന്നത്, അടുത്ത് പറയുന്നത്. ശരി. അപ്പൊ അങ്ങനെയെങ്കിൽ നിക്ഷേപമായി അടുത്ത 4ാമത്തെ എഞ്ചിൻ കയറ്റുമതിയാണ്. കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ സ്കീം ഒന്ന് ഭാരത് ട്രേഡ് നെറ്റ് ആണ്. എന്താണ് ഭാരത് ട്രേഡ് നെറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ദേ ഇവിടെ നമ്മൾ ചെയ്യുന്നൊരു കാര്യം, അന്താരാഷ്ട്ര വ്യാപാരത്തിന് എന്ത് ചെയ്യാണ്, ആ ഒരു ഏകീകൃത പ്ലാറ്റ്ഫോമായിട്ട് ഭാരത് ട്രേഡ് നെറ്റ് സ്ഥാപിക്കും. എന്തിനു വേണ്ടിയിട്ടാ, ഈ പറയുന്ന ആ ട്രേഡ് കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ആ ഒരു വ്യാപാര രേഖകൾക്കും ധനസഹായത്തിനുള്ള പരിഹാരത്തിനുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഭാരത് ട്രേഡ് നെറ്റ് കൊണ്ടുവരുന്നത്. രാജ്യത്ത് കയറ്റുമതി കൂടുതൽ നല്ലതാണ്. അപ്പൊ ട്രേഡിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഭാരത് ട്രേഡ് നെറ്റ് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ BTN കൊണ്ടുവരുന്നു. അടുത്തത് GCC ഗ്ലോബൽ ക്യാപ്പബിലിറ്റി സെന്റേഴ്സ് ആണ്. ഇവിടെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു 2ാം കിട നഗരങ്ങളിൽ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഒരു ക്യാപ്പബിലിറ്റി സെന്റർ ആയിട്ട് അതിനെ മാറ്റാൻ എന്ത് ചെയ്യുന്നു, ഒരു ചട്ടക്കൂട് സ്ഥാപിക്കുന്നതാണ്. ആ നഗരങ്ങളിലെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ എന്ത് ചെയ്യുക, കമ്പനികളൊക്കെ അവരുടെ ഓഫീസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. അതിനൊക്കെ എന്ത് ചെയ്യുന്നു, കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് GCC സ്ഥാപിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ശരിക്കും നമ്മൾ എന്ത് ചെയ്തു, ഈ 4 എഞ്ചിനുകൾ നമ്മൾ എന്ത് ചെയ്യാണ്, എഞ്ചിനുകളെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കൂടുതലായിട്ട് സ്കീമുകൾ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി. അതിന്റെ ഫ്യുവൽ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ നമ്മൾ പറഞ്ഞു റിഫോംസ് ആണ്, പരിഷ്കരണങ്ങളാണ്. ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വികസിത ഭാരതമാണ്. എങ്ങനെ, തീം നമ്മൾ പറഞ്ഞു, സബ്കാ വികാസിലൂടെ വികസിത ഭാരതം എന്നുള്ളതാണ് ഏത് ലക്ഷ്യം. അങ്ങനെയെങ്കിൽ
നമ്മുടെ ബഡ്ജറ്റിൽ നമ്മുടെ ടാക്സ് പ്രപ്പോസൽ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നിർത്താം. അപ്പോൾ ടാക്സ് പ്രപ്പോസൽ നോക്കുകയാണെങ്കിൽ നമുക്കവിടെ കാണാൻ പറ്റുന്നത് നമ്മൾ ഒരുപാട് ന്യൂസുകളിലും കാര്യങ്ങളിലും കണ്ടൊരു കാര്യമാണ്. 12 ലക്ഷത്തിന് താഴെ വാർഷിക വരുമാനമുള്ളവർക്ക് എന്തില്ല, ആ നികുതി നൽകേണ്ടതില്ല. പിന്നീട് നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവിടെ ഒരു സ്ലാബ് കൂടി കാണുകയാണ്. അത് നമുക്ക് കാണുമ്പോൾ കുറച്ച് കൺഫ്യൂഷനൊക്കെ തോന്നാം അല്ലേ. ഇതിവിടെ നോക്കുകയാണെങ്കിൽ 0 മുതൽ 4 ലക്ഷം വരെ എന്തില്ല, ടാക്സ് ഇല്ല എന്ന് പറയുന്നു. എന്നാൽ 4 ലക്ഷം മുതൽ 8 ലക്ഷം വരെ 5% ടാക്സ് അടയ്ക്കണമെന്ന് പറയുന്നു. പിന്നെന്താണ് ഇങ്ങനെ പറഞ്ഞത് 12 ലക്ഷം വരെ ടാക്സ് ഇല്ല എന്ന് പറയുന്ന കാര്യം എന്താ? അതെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 4 ലക്ഷത്തിന് ടാക്സ് ഇല്ല. അടുത്ത 4 ലക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മുതൽ 8 വരെ എന്ന് പറയുമ്പോൾ ഈ 4 ലക്ഷം ആണല്ലോ, 4 മുതൽ 8 വരെ ഡിഫറൻസ് 4 ആണല്ലോ. ഈ 4 ലക്ഷത്തിന് 5% ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു 20,000 രൂപ ടാക്സ് അടയ്ക്കുന്നു എന്ന് വിചാരിച്ചോളൂ. എങ്കിൽ നമ്മൾ ടാക്സ് അടച്ചു കഴിഞ്ഞാൽ ഈ ടാക്സ് ഗവൺമെന്റ് എന്ത് ചെയ്യും, റിബേറ്റ് ആയിട്ട് തിരിച്ചു തരും. ഓക്കെ, റിബേറ്റ് ആയിട്ട് തിരിച്ചു തരും. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ടാക്സ് അടയ്ക്കുന്നില്ല. ഈ പൈസ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് റിബേറ്റ് നൽകുന്നുണ്ട്, നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട. ഓക്കെ, അടുത്തത് 8 ലക്ഷം മുതൽ 12 ലക്ഷം വരെ അടുത്ത 4 ലക്ഷം ഇല്ലേ, ശരിയാണ്. അടുത്ത 4 ലക്ഷത്തിന് 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് എന്ത് ചെയ്യുന്നു, ആ ഒരു കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനിടയ്ക്ക് 8, 12 അടുത്ത 4 ലക്ഷമാണ്, അതിന് 10% അപ്പൊ 40,000 രൂപ. ശരിക്കും 40,000, 20,000, 60,000 രൂപ എന്ത് ചെയ്യുന്നു, ടാക്സ് നമ്മൾ അടയ്ക്കുന്നു. പക്ഷേ അവിടെ എന്ത് ചെയ്യുന്നു, ആ ടാക്സ് റിബേറ്റ് ആയിട്ട് നൽകുന്നു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ടാക്സ് അടയ്ക്കേണ്ടതില്ല. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 12 ലക്ഷത്തിന് താഴെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതി റിബേറ്റ് ലഭ്യമാകുന്നതിലൂടെ എന്തില്ല, നികുതിയില്ല. ഓക്കെ, അപ്പൊ നികുതി നിരക്ക് കുറച്ചു കഴിഞ്ഞാലും അവിടെ ആളുകളുടെ എന്ത് ചെയ്യും, ചെലവാക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കും. ഇവിടെ ശരിക്കും നമ്മുടെ ബഡ്ജറ്റ് പ്രാധാന്യം കൊടുത്തേക്കുന്നത് ആ ഒരു മിഡിൽ ഇൻകം പീപ്പിളിനെയാണ്. അപ്പോൾ അവരുടെ ആ ഒരു പർച്ചേസിംഗ് പവർ തീരെ കുറവാണ്, അത് GDP ഗ്രോത്തിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു എന്ന് പല എക്കണോമിസ്റ്റുകളും പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പർച്ചേസിംഗ് പവർ കൂട്ടാൻ നമ്മൾ എന്ത് ചെയ്താണ്, നികുതി നിരക്കുകൾ കുറയ്ക്കുകയാണ് ചെയ്തത്. അത് ഗവൺമെന്റ് വരുമാനം കുറയ്ക്കും എന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ അവിടെ മണി സപ്ലൈ കൂടുമ്പോൾ, അവരുടെ വാങ്ങൽ ശേഷി കൂടുമ്പോൾ, പർച്ചേസിംഗ് പവർ കൂടുമ്പോൾ കമ്പനികൾ ഉൽപാദനം കൂട്ടും. അതിനനുസരിച്ച് എന്ത് കൂടിക്കോളും, നാഷണൽ ഇൻകം കൂടിക്കോളും, രാജ്യത്തിന്റെ GDP ഗ്രോത്ത് കൂടും. അതുപോലെ അവിടെ എന്ത് ചെയ്യുന്നു, ആ ഒരു മിഡിൽ ഇൻകം പീപ്പിളിന് അത് വളരെ നല്ലതായിട്ട് തന്നെ വരും എന്നുള്ള രീതിയിലാണ് ടാക്സ് റേറ്റുകളൊക്കെ എന്ത് ചെയ്തത്, കുറച്ചത്. അപ്പൊ നമ്മുടെ ബഡ്ജറ്റിന്റെ വീഡിയോ ഇത് ആ ഒരു ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് പിടികിട്ടി എന്ന് വിശ്വസിക്കുന്നു. അവിടെ കൃത്യമായിട്ട് ആ ഒരു തീം ഓർത്ത് വയ്ക്കണം. പിന്നീട് അതുപോലെ തന്നെ ആ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു വെച്ച ആ ഒരു പദ്ധതികൾ, കാര്യങ്ങൾ, 4 വികസന എഞ്ചിനുകൾ, ഇതൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കി വയ്ക്കുക. അപ്പൊ ഇതെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന വിശ്വാസത്തിൽ ഈ ഒരു വീഡിയോ, ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു, ബൈ ബൈ.